ഹലോ എല്ലാവരും. വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡേവിഡ് കഴലത്. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. പഠിക്കുന്ന കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഈ അവലോകനം 2025 മാർച്ച് 21 വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഡേവിഡ് കഴലത് കമ്പനി ഹേമ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ജീവിതമികതം 248 ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഓർഡറുകളുടെ പട്ടിക നോക്കും. കമ്പനിയുടെ ഫലം ഇതാണ്: -7 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.3 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. -7 പോയിന്റുകൾക്കെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. 28.6% മാറ്റം കാണിച്ചു. 22.6% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം മൂല്യം $0.61 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $1211 ബില്യൺ. ഹരം 0.05% വിഹിതമാണ്. ഇത് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $5 ബില്യൺ ആണ്. $999 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ഒരു പുസ്തക മൂലധനം. ഹരം 0.05% വിഹിതം ഉൾക്കൊള്ളുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. ഹരം ഒരു ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.05%. പുസ്തക മൂല്യം 0.05%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 0% കൂടുതലാണ്. കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം, -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $1.17 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ 234.8%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വിലയും അതിന്റെ ലാഭവും തമ്മിലുള്ള ബാലൻസ് 0 ആണ്. 13.2 എന്ന ഉപവിഭാഗത്തിൽ ശരാശരിയുമുണ്ട്. ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $28 മില്യൺ ആണ്. വരാനിരിക്കുന്ന 12 മാസത്തെ വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.9 ആണ്. 1.5 എന്ന ഉപവിഭാഗ ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ 27% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത്, -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $310 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ്.
ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ. മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -9%. ഉപവിഭാഗത്തിൽ ശരാശരി 11.6%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 20.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ. സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഉപവിഭാഗം അനുസരിച്ച് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.047%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 6% കുറവാണ്. ഇത് സ്ഥാപനത്തിന്റെ വിനിമയ മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേട് കാണിക്കുന്നു, മറിച്ച് പുനർമൂല്യനിർണ്ണയത്തിലേക്കാണ്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $984,000 ആണ്. ഉപവിഭാഗത്തിൽ $924,000 ഉണ്ട്. ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 6.5%. ഉപവിഭാഗം കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനം കണക്കാക്കുന്നു. സഹിക്കാവുന്ന 0 പോയിന്റ്. ഓരോ ജീവനക്കാരന്റെയും ലാഭം $45.30 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $69.9 ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 35%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭം കണക്കാക്കുന്നു. സഹിക്കാവുന്ന -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $505,000 ആണ്. ഉപവിഭാഗത്തിൽ $601,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 19%. ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കുന്നു. സഹിക്കാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 1.9%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ 2.4%. ഇത് ഷോർട്ട് സ്ക്വീസ് അപകടസാധ്യതയുടെ സൂചകമാണ്. സാങ്കേതിക സൂചകം GE14 കമ്പനിക്ക് 53% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിൽ GE ലെവൽ 14 ഏകദേശം 52%. സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ ഏകദേശം കമ്പനി ഷെയറുകൾക്ക് സമാനമാണ്. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $31.53 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $35.66 ആണ്. യഥാർത്ഥ വിലയുടെ ചലനാത്മകതയും സമവായ പ്രവചനവും ഏകദേശം 13%. നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം. അത് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഷെയറിന് $31.54 എന്ന നിരക്കിൽ വിൽക്കാൻ ഓർഡർ. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് ഇടപാട് ആരംഭിച്ചത്. അക്കിമിന്റെ സൂചികയായ അസസ്മെന്റ് മോഡൽ ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത്. ലാഭം 28.15 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 34.93 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ഏപ്രിൽ 20 സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ അടയ്ക്കും. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ പ്രധാന വാങ്ങൽ ഇടപാടായി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ്. മറ്റൊരു ഓർഡർ നിലവിലെ തലത്തിൽ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവരസംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി ചെയ്ത്. നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.